പിണറായി 3 വരുമ്പോൾ പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ, അതാണോ? അതൊന്ന് കൂടുതൽ ക്ലാരിറ്റി വരും. കാരണം അങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ട്. പിണറായി നയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പിണറായി നയിക്കും, അല്ലെങ്കിൽ പിണറായി ഗവൺമെന്റ് നല്ലതല്ല, LDF ഗവൺമെന്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. LDF ഗവൺമെന്റ് ആര് നയിക്കണം എന്നുള്ളത് പാർട്ടി അന്നേരം അതാത് സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ തീരുമാനിക്കുന്നത്. ഈ പ്രായത്തിന്റെ പ്രശ്നമുണ്ടല്ലോ, ഇപ്പോൾ 75 എന്നുള്ള കാര്യം, അക്കാര്യത്തിൽ പിണറായി വിജയൻ നേരത്തെ ഇളവ് നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെ ഇളവ് നൽകേണ്ടി വരും. അതെങ്ങനെയാണ് പക്ഷേ? അത് ഇളവ് പാർട്ടിയാണ് തീരുമാനിക്കുക, സെൻട്രൽ കമ്മിറ്റി. അപ്പോൾ ഇപ്പോൾ ഇളവ് നിലവിലുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മത്സരിക്കുന്ന കാര്യത്തിൽ അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. പാർട്ടിയാണ് തീരുമാനിക്കുന്നതെല്ലാം. ഞാനാണോ അല്ല മറ്റാരെങ്കിലും ആണോ, ആരാണ് എന്നുള്ള കാര്യം എല്ലാം തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന തീരുമാനങ്ങളെല്ലാം വരിക. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ നയിക്കുന്നയാളെ കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മുഖമായിട്ട് വരിക എന്നുള്ളതല്ലോ. നയിക്കുന്നയാൾ തന്നെ മാറേണ്ട കാര്യം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നയിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഇനി അതിന്റെ തുടർച്ച വരുമ്പോൾ അന്നത്തെ പരിസ്ഥിതിയിലാണ് തീരുമാനിക്കുക. അല്ലാണ്ട് ഇപ്പോഴേ തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകില്ലല്ലോ. നോക്കാം നമുക്ക്. ശരിയാണ്, പാർട്ടി അങ്ങനെ ചെയ്യാറുമില്ല. പക്ഷേ എന്നാലും ജനങ്ങൾക്കൊരു ചിത്രം കിട്ടണമല്ലോ. ജനങ്ങൾക്ക് നല്ല രീതിയിൽ ചിത്രം കിട്ടുന്നുണ്ട്. നിങ്ങൾക്കാണ് സംശയമുള്ളത്. ജനങ്ങൾക്കൊക്കെ നല്ല ധാരണയുണ്ട്. ശരി, ഒരു ഗവൺമെന്റ് കൂടി വന്നാൽ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നിങ്ങളിപ്പോൾ അതല്ലാതെ രീതിയിൽ ധാരണ ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ഉത്കണ്ഠയില്ല. ഞങ്ങൾ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ട സമയത്ത് തീരുമാനമെടുക്കും. ഇത്തവണത്തെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു BJP എന്നൊരു ശക്തി കൂടി വന്നിട്ടുണ്ട്. അത് കണ്ടില്ല എന്ന് എന്തായാലും CPM പറയില്ല. പക്ഷെ അവിടെ ഞാൻ ഈ 2026 പിണറായി 3 കോൺഫിഡൻസ് അല്ലെങ്കിൽ LDF 3 കോൺഫിഡൻസ് എന്ന് പറയുന്നതിൽ ഒരു പ്രധാന ഘടകം BJP അല്ലേ? BJP പിടിക്കുന്ന അല്ല. ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. ഇവിടെ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് കോൺഗ്രസ്. BJPക്ക് അനുകൂലമായ നിലപാട് ഇവിടെ വരാതെ സന്തോഷിക്കുന്നവരാണ് സി വരാഹം വാർഡിൽ തന്നെ കോൺഗ്രസ്സുകാർ ഇപ്രാവശ്യം BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തില്ലേ?